എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്മസിന് 2 ദിവസം മുമ്പും ക്രിസ്മസിൻ്റെ അന്നും ക്രിസ്മസ് കഴിഞ്ഞ് ഇനി 2 ദിവസത്തേക്ക് കഴിക്കാനുള്ള ലാവിഷായിട്ടുള്ള കേക്കാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 2 കുഞ്ഞു കുട്ടി കേക്കാണ് വിവിഞ്ഞേട്ടൻ മേടിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ചായക്കൊക്കെ നമ്മളിങ്ങനെ കേക്കിൻ്റെ പീസ് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് എനിക്ക്. സാധാരണ എനിക്ക് ഈ ടൈപ്പ് കേക്ക് ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പുഡിങ് കേക്ക്, ക്യാരറ്റ്, ഡേറ്റ്സ് അങ്ങനെയുള്ള പുഡിങ് കേക്കുകളാണ് കൂടുതൽ താല്പര്യം. പക്ഷേ ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പോണത് പാടത്തേക്കാട്ടാ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അതിനും ഇടയിൽ ഈ ഒരു ഫോട്ടോ എടുക്കാൻ പോണതിന് ഇടയിൽ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശതമാനം പോലും ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ ചേട്ടനും ചേച്ചി സർപ്രൈസായിട്ട് വീട്ടിലേക്ക് വന്ന്. അപ്പോൾ അതേ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാടത്തേക്ക് പോവാട്ടാ. അപ്പോൾ പാടത്തിൻ്റെ ഹരിതാമരമായിട്ട് മനോഹാരിത അവർക്ക് കാട്ടിത്തരാൻ വേണ്ടി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലുലു മാൾ, അപ്പോൾ നമ്മുടെ എറണാകുളത്തൊക്കെയാണെങ്കിൽ ലുലു മാൾ, അവിടെ മറ്റേ സന്തോഷ് പാർക്ക്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ തൃശ്ശൂർ എത്താനായിട്ട് അവിടെ എത്തിയതിന് ശേഷം പല പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ വല്ലാണ്ട് കാര്യമായിട്ട് എനിക്ക് ഇവിടെ ഒന്നും അങ്ങനെ കാണാനായിട്ടില്ല. അപ്പോൾ നമുക്കിതേ പാടമൊക്കെ അല്ലേ രസം. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകണം നമുക്ക് അറിയില്ല. അപ്പോൾ അതേ പാടത്തിൻ്റെ സുന്ദരം, പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ റീൽസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിതേ കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ചേച്ചി കുറച്ച് റീൽസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോസും റീൽസൊക്കെ എടുത്തതിന് ശേഷം ഒരു 6 മണി 6:30 ആയപ്പോൾ വീട്ടിൽ അങ്ങോട്ട് പോകട്ടെ. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് ഷഷ്ടിപ്പറമ്പിലേക്ക് പോകാനുണ്ട്. അപ്പം നമ്മുടെ കുന്നത്തര കാവിലെ ഷഷ്ടിയുടെ തലേ ദിവസമായിട്ട് ഇവിടെ. അപ്പോൾ അതേ നമ്മളവിടെ അവിടെ എത്തി. ക്ഷേത്രത്തിന് ചുറ്റിനും ഒരു മനുഷ്യനില്ല, ഇങ്ങനെ ആരുമില്ലാതൊരു ഷഷ്ടിപ്പറമ്പ്. പക്ഷേ ഇവിടെ മാത്രമായിട്ട് ആരുമില്ലാതെ കുറച്ചും കൂടി നീങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാനം ആൾക്കാർ, കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസ് നൃത്തമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മോഹിനിയാട്ടം, ഭരതനാട്യമൊക്കെ. അപ്പോൾ ഇത് നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്കും എനിക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ നാളുകളായിട്ട് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ക്രാബ് ഐറ്റംസൊക്കെ മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തുവിടാം നമ്മൾ. അങ്ങനെ നമ്മളവിടെ തന്നെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന്. പിന്നെ ഭയങ്കര മഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോൾ ഉണ്ണി ഉറങ്ങിപ്പോയിട്ടാ. അവൾ അവിടെ നിന്ന് വന്ന സമയത്ത് തന്നെ അവൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്നപ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവൾക്ക് ആ ഒരു ടൈമിലുള്ള ഉറക്കം ആൾക്ക് മിസ്സായി. അപ്പം പിന്നെ നമ്മൾ നേരെ വന്നത് ചായ കുടിച്ചു. എനിക്ക് തൊണ്ടവേദന കുറച്ച് ദിവസമായിട്ട് ഉണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്. അപ്പോൾ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതേ ചായ കുടിച്ചു. പിന്നെ കോളിഫ്ലവർ വറുത്തതായിട്ട് മേടിച്ചത്. അതിനുശേഷം തന്നെ നമ്മുടെ അമ്പലനടയുടെ അടുത്ത് വന്നപ്പോഴേക്കും ഇങ്ങനെ കൊട്ടും പാട്ടും മേളമൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി വൈബായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പിള്ളേരെയൊക്കെ എടുത്തിട്ട് നിൽക്കണോണ്ട് നമുക്കിങ്ങനെ കളിക്കാനും ഒന്നിനും പറ്റില്ലല്ലോ. പക്ഷെ മനസ്സിൻ്റെ അകത്ത് നല്ല വൈബായിരുന്നു, അടിപൊളി ഒരു മൂഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോളേജ് ലൈഫിലൊക്കെ ആയിരുന്നെങ്കിൽ അടിച്ച് പൊളിച്ച് തകർത്താനേ. പക്ഷേ ഇനി എന്തിനും പറ്റില്ല. അപ്പോൾ അവരിതേ പിറ്റേ ദിവസം പോവാട്ടോ. പിന്നെ വീഡിയോ എത്തുള്ളൂ. ബായ്.